പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള തൊഴിൽ പെർമിറ്റ് നിയമം പിൻവലിച്ച് കുവൈറ്റ്. മലയാളികളടക്കം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസകരമായ നടപടി. യൂണിവേഴ്സിറ്റി ബിരുദങ്ങളില്ലാത്ത 60 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്കുള്ള വിവാദ തൊഴിൽ പെർമിറ്റ് നയം കുവൈറ്റ് റദ്ദാക്കി. ഇനി 60 വയസ്സ് കഴിഞ്ഞ പ്രവാസി തൊഴിലാളികൾക്ക് അധിക ഫീസ് നൽകാതെ വർക്ക് പെർമിറ്റ് പുതുക്കാനും മറ്റൊരു തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലി മാറാനും സാധിക്കും. തൊഴിൽ വിപണിക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹ് പ്രഖ്യാപിച്ച തീരുമാനം പ്രായമായ വിദേശ തൊഴിലാളികൾക്കുള്ള രാജ്യത്തെ തൊഴിൽ നയങ്ങളിൽ കാര്യമായ മാറ്റമായി കണക്കാക്കപ്പെടുന്നു. മലയാളികളടക്കം ധാരാളം പ്രവാസികൾക്ക് ഗുണകരമാകും പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മാതൃരാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനമോടിക്കാം. സാധുതയുള്ള ടൂറിസ്റ്റ് വിസയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഒമാനിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്കും ട്രാൻസിറ്റ് യാത്രക്കാർക്കും ഇനി മാതൃരാജ്യത്തെയോ രാജ്യാന്തര പെർമിറ്റുള്ളതോ ആയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനമോടിക്കാം. ഈ നീക്കം ഒമാനിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര യാത്രക്കാരെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശ സന്ദർശകർക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒമാനിൽ 3 മാസം വരെ ഡ്രൈവ് ചെയ്യാൻ അനുവാദമുണ്ട്. കൂടാതെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ പോലുള്ള അംഗീകൃത ഓർഗനൈസേഷനുകൾ നൽകുന്ന അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസുകളും പരിഗണിക്കും. ഈ പ്രത്യേക അവകാശം ഹ്രസ്വകാല സന്ദർശകർക്ക് മാത്രമേ ലഭ്യമാകൂ. ഒമാനിൽ സ്ഥിരമായി താമസിക്കുന്ന പ്രവാസികൾ നിർബന്ധമായും ഒമാനി ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിരിക്കണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വിദേശ ഡ്രൈവർമാർക്കുള്ള പ്രവേശനം ലളിതമാക്കുന്നതിനാണ് റോയൽ ഒമാൻ പോലീസിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ BSNL റോമിംഗ് സേവനം. കേരള സർക്കിളിലെ ഉപഭോക്താക്കൾക്ക് സിം മാറാതെ തന്നെ രാജ്യാന്തര റോമിംഗ് സേവനം ലഭ്യമാകും. BSNL കേരള സർക്കിളിലെ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് സിം മാറാതെ തന്നെ UAE-യിൽ റോമിംഗ് സേവനങ്ങൾ ലഭിക്കും. സെക്യൂരിറ്റി ഡിപ്പോസിറ്റുള്ള പോസ്റ്റ് പെയ്ഡ് സിമ്മുള്ളവർക്ക് UAE-യിൽ ആ സിം കാർഡ് തുടർന്നും ഉപയോഗിക്കാം. പുതിയ സേവനം കേരളത്തിൽ നിന്ന് UAE-യിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വോയിസ്, SMS, ഡാറ്റ സേവനങ്ങൾക്ക് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കുന്നു. സാധുവായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുള്ള പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് UAE-യിലായിരിക്കുമ്പോൾ അവരുടെ സിം പരിധികളില്ലാതെ ഉപയോഗിക്കാം. മതിയായ ടോപ്പ് അപ്പ് ബാലൻസ് ഉള്ള പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് 167 രൂപയുടെ അല്ലെങ്കിൽ 57 രൂപയുടെ ഇന്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. എത്തിസലാത്ത് UAE നെറ്റ്വർക്കുമായി സഹകരിച്ചാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ചേരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി ദേശീയ മെഡിക്കൽ കമ്മീഷൻ. NMC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിദേശ മെഡിക്കൽ ബിരുദധാരികളെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കില്ല. മെഡിക്കൽ ചട്ടങ്ങൾ പാലിക്കാത്ത വിദേശത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ചേരുന്നതിനെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ദേശീയ മെഡിക്കൽ കമ്മീഷൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. കുറഞ്ഞത് 12 മാസത്തെ ഇന്റേൺഷിപ്പിനൊപ്പം കുറഞ്ഞത് 54 മാസമെങ്കിലും നീണ്ടുനിൽക്കുന്ന മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കിയില്ലെങ്കിൽ വിദേശ മെഡിക്കൽ ബിരുദധാരികൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ രജിസ്ട്രേഷൻ അനുവദിക്കില്ല. കൂടാതെ കോഴ്സും ഇന്റേൺഷിപ്പും ഒരേ വിദേശ മെഡിക്കൽ സ്ഥാപനത്തിൽ മുഴുവൻ പഠന കാലയളവിലും ഏറ്റെടുക്കണമെന്ന് NMC വ്യക്തമാക്കുന്നു. ഇതിനർത്ഥം മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെയോ ഇന്റേൺഷിപ്പിന്റെയോ ഒരു ഭാഗവും ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ചെയ്യാൻ കഴിയില്ലെന്നാണ്. ഇന്ത്യയിൽ ആവശ്യമായ മെഡിക്കൽ പരിശീലനവും സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടുന്ന സമഗ്രവും നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് NMCയുടെ നിയന്ത്രണം ലക്ഷ്യമിടുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന വിദേശത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രവേശനം തേടുന്നു. ഈ പ്രവണതയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ അറിയാതെ അവരുടെ ഭാവി മെഡിക്കൽ ജീവിതത്തെ അപകടത്തിലാക്കിയേക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ലേക്ക് ഇന്ത്യൻ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റം വർദ്ധിച്ചു. US-കാനഡ അതിർത്തിയിൽ പിടിക്കപ്പെട്ടത് 43,764 ഇന്ത്യൻ കുടിയേറ്റക്കാർ. കാനഡയും അമേരിക്കയും തമ്മിലുള്ള അതിർത്തി വഴി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി US-ലേക്കുള്ള ഇന്ത്യൻ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റം വർദ്ധിച്ചുവരികയാണ്. ഈ വർഷം വടക്കൻ അതിർത്തിയിൽ പിടിക്കപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരിൽ 22% ഇന്ത്യൻ പൗരന്മാരാണെന്ന്
US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നു. 2022 1,09,535 വ്യക്തികൾ അനധികൃതമായി US-ലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതിൽ 16% ഇന്ത്യക്കാരാണ്. 2023 1,89,402 പേർ US-ലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ചു. ഇതിൽ 30,010 പേർ ഇന്ത്യൻ പൗരന്മാരാണ്. ഈ വർഷം 43,764 ഇന്ത്യക്കാരാണ് അനധികൃതമായി US-ലേക്ക് കടന്നത്. ഈ വർഷം US-ലെത്തിയ ആകെ അനധികൃത കുടിയേറ്റക്കാർ 1,98,929 ആണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കരീബിയൻ ദ്വീപുകളിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരെ അപേക്ഷിച്ച് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ കുറവാണെങ്കിലും കഴിഞ്ഞ 4 വർഷത്തിനിടെ US അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് ഇന്ത്യൻ പൗരന്മാരാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.